പ്രിയ പ്രേക്ഷകരെ, പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ വിഭജനത്തിനെതിരെ സംസ്ഥാനത്ത് നിന്ന് വലിയ പ്രതിഷേധം ആണ് ഉയരുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ എതിർപ്പറിയിക്കും. അതുമാത്രവുമല്ല, കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെ എതിർപ്പറിയിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. എങ്ങനെയാണ് ഈ ഡിവിഷൻ വിഭജനം കേരളത്തെ ബാധിക്കാൻ പോകുന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 1600 കോടിയോളം രൂപയുടെ വലിയ നഷ്ടമാണ് ഈ ഡിവിഷനിലൂടെ സംഭവിക്കുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് മംഗളൂരു സ്റ്റേഷൻ ഈ വിഭജനത്തിൻ്റെ ഭാഗമായി പാലക്കാട് ഡിവിഷനിൽ നിന്ന് മൈസൂരു ഡിവിഷനിലേക്കാണ് എത്തുന്നത് എന്നതാണ്. ഇവിടെ മംഗളൂരു എന്നത് ചരക്ക് നീക്കത്തിൽ ഏറ്റവും നിർണായകമാകുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ് എന്നതാണ്. അവിടുത്തെ പോർട്ടിൽ നിന്നുള്ള ചരക്ക് നീക്കം, അതോടൊപ്പം തന്നെ മംഗളൂരു ജംഗ്ഷൻ, മംഗളൂരു സെൻട്രൽ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ, അതോടൊപ്പം തന്നെ വലിയ വരുമാനമുള്ള പനമ്പൂർ റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം തന്നെ ഇനി മൈസൂരു ഡിവിഷനിലേക്ക് മാറുമ്പോൾ അത് പാലക്കാടിന് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം ആണ് സൃഷ്ടിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് പാലക്കാടിന് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം? നമുക്ക് വിശദമായി നോക്കാം. അതിലേറ്റവും എടുത്തു പറയേണ്ടത് വരുമാന നഷ്ടം തന്നെയാണ്. പാലക്കാട് ഡിവിഷൻ ഉണ്ടാകുന്ന വരുമാന നഷ്ടം, അതോടൊപ്പം തന്നെയാണ് പാലക്കാട് ഡിവിഷനുമായി ബന്ധപ്പെട്ട യാത്രാ സൗകര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് ഇനി സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഒപ്പം റെയിൽവേയുടെ നവീകരണവും റെയിൽവേ പാളത്തിൻ്റെ അറ്റകുറ്റപ്പണികളും ഒക്കെയായി ബന്ധപ്പെട്ട സൗകര്യങ്ങളിൽ അടക്കം വലിയ കുറവാണ് ഈ വിഭജനത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് പാലക്കാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ഡിവിഷൻ എന്നത് വലിയ വരുമാനം ഉണ്ടായിരുന്ന ഡിവിഷൻ ആണ് എന്നതാണ്. അതിന് കാരണം എന്നത് ഈ സൂചിപ്പിക്കുന്നത് പോലെ മംഗളൂരു ഉൾപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകൾ അതിന് കീഴിൽ വന്നിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഇനി ഇതാ നമ്മൾ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ റിസർവേഷൻ നഷ്ടം എന്ത് എന്നതാണ് പരിശോധിക്കാൻ പോകുന്നത്. നിലവിൽ ഈ മംഗളൂരു സ്റ്റേഷൻ മൈസൂരു ഡിവിഷനിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ പാലക്കാട് ഡിവിഷനിലെ റിസർവേഷൻ ടിക്കറ്റുകൾ, ആ ടിക്കറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതാണ് യാത്രയുമായി ബന്ധപ്പെട്ട, നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് പോയാൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി വ്യക്തമാകും. പാലക്കാട് ഡിവിഷനിലെ റിസർവേഷൻ ടിക്കറ്റുകളുടെ എണ്ണത്തിൽ ഇനി ഗണ്യമായ കുറവാണ് വരാൻ പോകുന്നത്. ഒപ്പം മംഗളൂരു ജംഗ്ഷനിൽ നിന്നുള്ള സീറ്റുകൾ, മംഗളൂരു സ്റ്റേഷൻ പാലക്കാട് ഡിവിഷന് കീഴിലാണ് വരിക. വലിയ തിരക്കുള്ള സ്റ്റേഷനുകൾ ആണ് ബാംഗ്ലൂരുവിൽ ഉള്ളത്. സൂചിപ്പിച്ചതുപോലെ ജംഗ്ഷനും സെൻട്രലും ഉൾപ്പെടുന്ന സ്റ്റേഷനുകളിലെ റിസർവേഷൻ ടിക്കറ്റുകളും ഇപ്പോൾ പാലക്കാട് ഡിവിഷന് പുറത്തേക്ക് പോകുന്ന മൈസൂരു ഡിവിഷനിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എമർജൻസി കോട്ടകൾക്ക് ഇനി മുതൽ പാലക്കാട് ഡിവിഷനെ ആയിരിക്കില്ല ഈ മംഗളൂരു ജംഗ്ഷനിൽ നിന്നുള്ള യാത്രകൾക്ക്, പനമ്പൂരിൽ നിന്നുള്ള യാത്രകൾക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അത് മൈസൂരു ഡിവിഷനെ ആശ്രയിക്കേണ്ടതായി വരും. അപ്പോൾ റിസർവേഷൻ മുഖേനയുണ്ടാകുന്ന യാത്ര, അതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഡിവിഷന് ലഭിക്കേണ്ട വരുമാനം, ഒപ്പം യാത്രികർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകരുമായി സൂചിപ്പിച്ചത്. ഇനി അതുമാത്രവുമല്ല, അതായത് ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട നഷ്ടത്തോടൊപ്പം തന്നെ പറയേണ്ടത് പാലക്കാട് ഡിവിഷനിലെ ടിക്കറ്റുകളുടെ എണ്ണം കുറയുന്നു എന്ന കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചരക്ക് നീക്ക വരുമാനത്തിലും വലിയ മാറ്റം ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ്. നേരത്തെ ഈ റിസർവേഷൻ ടിക്കറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഏതാണ്ട് 1100 കോടി രൂപയോളം ഒക്കെയാണ് പാലക്കാട് ഡിവിഷനിൽ ടിക്കറ്റ് വരുമാനം എന്നതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ചരക്ക് നീക്കം, അത് വലിയ നഷ്ടമാണ് പാലക്കാട് ഡിവിഷന് സൃഷ്ടിക്കാൻ പോകുന്നത്. പാലക്കാട്ടെ കഴിഞ്ഞ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ ചരക്ക് നീക്കം എന്നത് 733 ലക്ഷം ടൺ ആണ് എന്നതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ പാലക്കാട്ട് 733 ലക്ഷം ടൺ ചരക്ക് നീക്കം നടക്കുമ്പോൾ അതിൻ്റെ 90% ഈ മംഗളൂരു മേഖലയിൽ നിന്നാണ് എന്നതാണ്. ഞാൻ സൂചിപ്പിച്ചു, അവിടെ ഒരു പ്രധാനപ്പെട്ട പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോർട്ടിലെത്തുന്ന വസ്തുക്കൾ ഒക്കെ റെയിൽവേ മാർഗത്തിലൂടെയാണ് ഇതര സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചരക്ക് നീക്കത്തിൻ്റെ 90% ബാംഗ്ലൂരുവിൽ എന്ന് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഈ 90% ചരക്ക് നീക്കം
പാലക്കാട് ഡിവിഷന് നഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ആ ചരക്ക് നീക്കത്തിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടം ഇതാ പാലക്കാടിന് നഷ്ടമാകുന്നു എന്നുള്ളതാണ്. ഇനി യാത്രാക്കൂലിയുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 1000 കോടിയോളം 950 കോടിയാണ് കഴിഞ്ഞ തവണത്തെ വരുമാനം എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് കൃത്യമായ കണക്കാകണമെന്നില്ല, എങ്കിലും ഏകദേശം അങ്ങനെയാണ്. ഇതാ ഇനി ഈ വർഷത്തെ കണക്ക് തന്നെ നോക്കൂ. ആദ്യ 4 മാസം മാത്രം 400 കോടി രൂപ പാലക്കാട് ഡിവിഷന് ലഭിച്ചു കഴിഞ്ഞതാണ്. ആദ്യത്തെ 4 മാസം കൊണ്ട് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്ക് അനുസരിച്ച് 400 കോടി ആദ്യത്തെ 4 മാസങ്ങളിലെങ്കിൽ അതിൻ്റെ 3 മടങ്ങാണ് ഇനി ഒരു വർഷത്തേക്ക് കണക്കുകളിൽ സൂചിപ്പിക്കേണ്ടത്. 1200 കോടി രൂപ വരെയൊക്കെ വരുമാനം ടിക്കറ്റിൽ നിന്ന് ലഭിക്കാമായിരുന്നു എന്നതാണ്. അത് ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും യാത്രക്കാരുടെ എണ്ണത്തിനും ടിക്കറ്റ് ബുക്കിങ്ങിനുമൊക്കെ അനുസരിച്ച്. പക്ഷേ ആ വരുമാനത്തിൽ 50% കുറവാണ് ഇനി മുതൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ ചരക്ക് സേവന വരുമാനത്തിൽ, ചരക്ക് നീക്ക വരുമാനത്തിൽ 90%, യാത്രാക്കൂലി വരുമാനത്തിൽ 50%. ഇങ്ങനെയാണ് ഏതാണ്ട് 1600 കോടിയോളം രൂപയുടെ നഷ്ടം പാലക്കാട് ഡിവിഷന് ഇപ്പോഴത്തെ തീരുമാനത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഇത് മാത്രവുമല്ല, ഇനി ഇതാ നമുക്ക് ട്രെയിൻ സർവീസുകളെ കൂടി ഒന്ന് പരിശോധിച്ചു നോക്കാം. അതായത് പാലക്കാട് ഡിവിഷന് കീഴിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ട്രെയിൻ സർവീസുകൾ, അതിൽ മാവേലി എക്സ്പ്രസ് ഉണ്ട്, മലബാർ ഉണ്ട്, ഏറനാടുണ്ട്, പരശുറാം ഉണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട ട്രെയിനുകൾ അത് പാലക്കാട് ഡിവിഷന്റെ കീഴിൽ നിന്ന് നഷ്ടമാകുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഇത് മാത്രവുമല്ല, ഇനിയിപ്പോഴിതാ മറ്റ് ട്രെയിനുകൾ, വെസ്റ്റ് കോസ്റ്റ്, വന്ദേ ഭാരത്, കോയമ്പത്തൂർ ഇന്റർസിറ്റി, രാമേശ്വരം എക്സ്പ്രസ്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ട്രെയിനുകൾ കൂടി, ട്രെയിൻ സർവീസുകൾ കൂടി പാലക്കാട് ഡിവിഷനിൽ നിന്ന് മൈസൂരു ഡിവിഷനിലേക്ക് മാറാൻ പോകുന്നു എന്നതാണ്. ഈ ആശങ്കയാണ് കേരളം ഏതാണ്ട് ഒറ്റക്കെട്ടായി തന്നെ പങ്കുവെക്കുന്നത്. കേരളത്തിലെ എംപിമാർ ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട് എംപിമാരുടെ പ്രതികരണങ്ങൾ ലഭ്യമാകുമ്പോൾ നമുക്ക് ആദ്യം ആ പ്രതികരണങ്ങളൊന്ന് കേട്ടു നോക്കാം. ഡിവിഷനെ വിഭജിക്കാനുള്ള ഗൂഢമായ നീക്കത്തിനെതിരായി കേരളത്തിലെ എംപിമാരുടെ യോഗം ഇന്നലെ ചേരുകയും അടുത്ത തിരുവോണ നാളിൽ പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുമ്പിൽ ഒരു ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെ കേന്ദ്ര റെയിൽവേ മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ടുകൊണ്ട് ഞങ്ങൾക്കും വലിയ അതിശയമായിരിക്കുക. കാരണം റെയിൽവേ ബോർഡോ അല്ലെങ്കിൽ റെയിൽവേ മന്ത്രിയോ അറിയാതെയാണ് പാലക്കാട് ഡിവിഷനെ വിഭജിച്ച് മംഗലാപുരം മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എംപിമാരുടെ പ്രതിഷേധം വന്നപ്പോഴാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അറിഞ്ഞതെന്ന് പറയുന്നു. ഇത് ശുദ്ധ അസംബന്ധമാണ്. അപ്പോൾ പാർലമെന്റ് കഴിഞ്ഞ ഉടനെ അതിനിഗൂഢമായി സ്റ്റേറ്റ് ഗവൺമെന്റിനെ അറിയിക്കാതെ റെയിൽവേയുടെ ഉന്നത അധികാരികൾ ചേർന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിലുള്ളൊരു ഗവൺമെൻറ്, ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, ഇവിടെ നിന്നുള്ള ലോക്സഭാംഗങ്ങളും രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ 29 പേരുണ്ട്. ആരുമായിട്ടും ആലോചിക്കാതെ ഒരു രാത്രി ഒടുന്നനെ ഇങ്ങനൊരു തീരുമാനം എടുക്കുക. എന്താ കാരണം? ഈ ഇന്ത്യ മുഴുവൻ റെയിൽവേ ഡിവിഷനുകൾ പുനർവിഭജിച്ചിട്ടുണ്ടോ? ഇല്ല. പുതിയതായിട്ട് ഏതെങ്കിലും ഒരു റെയിൽവേ ഡിവിഷൻ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. എന്തിൻ്റെ പേരിലാണ് മൈസൂർ ഡിവിഷനിലേക്ക് ഈ പാലക്കാട് ഡിവിഷൻ്റെ ഒരു മേജർ പോർഷൻ അടർത്തി മാറ്റി കൊടുക്കാനിടയായത്? ഒറ്റ കാര്യമുള്ളൂ, കർണാടകയിലെ BJPയുടെ താല്പര്യം. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണേണ്ട ഒരു സാഹചര്യത്തിൽ കേരളത്തെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കില്ല എന്ന് മനസ്സിലാക്കി കർണാടകയിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഇത് പാലക്കാട് ഡിവിഷന് ദയാവധം അനുവദിക്കുന്ന സംബന്ധിച്ചുള്ള നടപടികളുടെ തുടക്കമാണെന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാണ്. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് ഇവിടുത്തെ എംപിമാരെല്ലാവരും നേരത്തെ റെയിൽവേ മന്ത്രാലയവുമായും മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് ലഭിച്ചിരുന്നതാണ്. ആ തീരുമാനം ഒക്ടോബർ മുതൽ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അത്തരമൊരു തീരുമാനം നടപ്പിലാക്കാൻ റെയിൽവേ തുനിയരുത്. ആ തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പുറകോട്ട് പോകണം. ഇത് വരുമാന ശോഷണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് ഭാവിയിൽ നമുക്ക് അനുവദിക്കേണ്ട ട്രെയിനുകളുടെ, അനുവദിക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം കടക്കൽ കത്തിവെക്കാനുള്ള തീരുമാനമാണ്. പലതരത്തിലുള്ള ക്രൈറ്റീരിയൻ ഉണ്ടാക്കുകയാണ്. കാലിനനുസരിച്ച് ചെരുപ്പിടാനല്ല നോക്കുന്നത്, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ വരുമാനം കുറയണമെന്ന് തീരുമാനിക്കുക.
ഇവിടെ കിട്ടുന്ന ഇൻകം കുറഞ്ഞാൽ ഒരു വർഷം കിട്ടുന്ന ഇൻകം 10-50 കോടി രൂപ കുറയാൻ ഇത് തന്നെ കാരണമാകുമ്പോൾ ആ പേര് പറഞ്ഞ് ഫർദർ ഫണ്ടുകൾ നമുക്ക് അനുവദിക്കുന്ന കാര്യത്തിലും കൂടെ വീഴ്ച വരുത്തിയാൽ അത് നമ്മളോടുള്ള വലിയ കടുത്ത അവഗണനയ്ക്ക് വഴിവെക്കും. അതുകൊണ്ട് ഇത്തരം ഒരു തീരുമാനം ഒരിക്കലും ഉണ്ടാവരുത്. ഇനി ഇതിന് ഭരണപരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ കൺവീനിയൻസ് പറയുന്നുണ്ട്. ആ കൺവീനിയൻസ് ആണ് പ്രശ്നമെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾക്ക് പാലക്കാട് വന്നിട്ട് കാര്യങ്ങൾക്ക് വരുന്നതാണ് തടസ്സമെങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സോണിൻ്റെ കാര്യം എന്താ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചെന്നൈയിൽ പോകേണ്ടി വരുന്നില്ല. നമ്മുടെ റെയിൽവേ സോൺ ഏതാ? ഇപ്പം കർണാടകത്തിനൊപ്പം എനിക്ക് തോന്നുന്നു സൗത്ത് വെസ്റ്റേൺ എന്നുള്ള പേരിൽ ഒരു റെയിൽവേ സോൺ അനുവദിച്ചിട്ടുണ്ട്. ഇനി അഡ്മിനിസ്ട്രേഷൻ കൺവീനിയൻസ് ആണെങ്കിൽ റെയിൽവേ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ ആദ്യം കേരളത്തിന് സ്വന്തമായിട്ട് ഒരു റെയിൽവേ സോൺ അനുവദിക്കാൻ തയ്യാറാവണം. വിഷയത്തിൽ രാഷ്ട്രീയമായ വിമർശനം കൂടി ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്.